പരേതന്റെ പേരും ജന്മനക്ഷത്രം എന്താ? പേര് ദാസൻ. നക്ഷത്രം? നക്ഷത്രം 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 അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. നക്ഷത്രം ഒന്ന് ഓർത്തു നോക്കി. അശ്വതി ഭരണി കാർത്തിക. 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 ആ കൊച്ചച്ഛൻ്റെ നക്ഷത്രം കാർത്തിക എന്ന് നേരത്തെ പറഞ്ഞാണ്. ഞാനപ്പോ പറഞ്ഞാണ് കാർത്തിക. അപ്പൊ ദാസ് കാർത്തിക. മരണ നക്ഷത്രം? Which star he dead? What? His dead star. Dead star? What's that? ഇയാളുടെ ഡെഡ് സ്റ്റാറേ മരണ നക്ഷത്രം ഏതാ കൊച്ചേ? ദൈവമേ, ഇതിനോട് എങ്ങനെയാ പറയാ? മരിച്ചെന്നാണ് ഡേറ്റ് ചത്തതേ. Do you remember the date of death? It's required for the after death ceremony. Yeah, he died on 20th April. ഏപ്രിൽ 20 മരിച്ചതെന്ന്. ഏപ്രിൽ 20. അപ്പൊ സമയം ടൈം? I don't know. When I reached here, he was already dead. ഇയാൾ ചെന്നപ്പോഴേക്കും മരിച്ചു കിടക്കുമായിരുന്നു. ഓ, അപ്പൊ ടൈം ഇല്ലാതെ നോക്ക്. ആ ദക്ഷിണ ഇങ്ങോട്ട് തന്നോളൂ. ദക്ഷിണ ഇത് വേറെടാ. ശനി, ശുക്രൻ, രാഹു, കേതു എല്ലാവരും അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, നല്ല മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ദോഷവും ഇല്ല. What did you just say? Death is good. Good death. Good death? ആ ഡെത്ത് ഒന്ന് പോകൊച്ചാണ്. രാജ്യത്തിന് പുറത്ത് വെച്ച് മരിച്ചത് കൊണ്ടും ഇത്രയും ദിവസം ആയതുകൊണ്ടും സഞ്ജയനാദി കർമ്മങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് കടവിൽ വെച്ചൊരു പൂജ ചെയ്ത് ചിതാഭസ്മം പുഴയിൽ ഒഴിക്കാൻ മതി. ഓ, അത് മതി അത്രേ ഉള്ളു കാര്യം. കർമ്മ ഇപ്പൊ ചെയ്യണം. നാളെ ചെയ്യാം. ഒരു 10-നും 11-നും ഇടയ്ക്ക് കൊടുക്കാം. ഞാൻ പറയണ പോലെ പറയണം. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. എന്തസ്യ? ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നും ഇല്ലേ? ചൊല്ലോ എടോ, ഇതൊരു മന്ത്രമാണ്. എന്നാലും പറയാൻ ഇച്ചിരി പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞോളാം, താ ശ്രദ്ധിച്ചിരുന്നാ മതി. താങ്ക് യു. ഓം ശിവഗോത്രാൽ ഭവസ്യ അമക നക്ഷത്രരാശിയ ജാതസ്യ അമക നക്ഷത്രരാശിയെ പരേതസ്യ മമ മാതൃപ്രേത ആദ്യ കർമ്മം നമ. മരിച്ച ആളാരാണ്? കൊച്ചച്ഛനാണ്. കൊച്ചച്ഛനെ മനസ്സ് വിചാരിച്ച് ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ പുഷ്പം പിണ്ടത്തിൽ അർപ്പിക്കുക. Rolled gold. രാജേഷിന്റെ പെങ്ങളാണ് രാജി. ഓസ്കാർ ആയിട്ടോട്ടാ. എന്താണ് ആക്ടിങ് ഉണ്ടല്ലോ, ആക്ടിങ്. ഇന്നലെ ഉച്ചയ്ക്ക് അറിയിച്ചിട്ട് ഇപ്പോഴാണ് വന്നത്. കാരണം എന്താണെന്നറിയോ? ടാക്സ് പൈസയൊക്കെ ഇത് മേടിച്ചിട്ട്. ചേച്ചി, ഇപ്പൊ തന്നെ വൈകി, ഞാൻ പിന്നെ വരാട്ടാ. ഇനി ചടങ്ങുകളൊന്നും ബാക്കിയില്ലല്ലോ? ഇല്ല. മോളെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടാ വന്നേക്കണേ. ഞാൻ എന്നാ പൊക്കോട്ടെ. ശരി ചേച്ചി. ഷെങ്ങും തെരസൊക്കെ എവിടെ? അവര് കഴിക്കണം. തെരേസ ഷെങ്ങിനോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണ്. ചൈനക്കാരി എന്നാ പോണെന്നറിയണ്ടേ? തെരേസയോട് ഒന്ന് നൈസായിട്ട് ചോദിക്കാൻ പറഞ്ഞു. മോശമല്ലേ ചേട്ടാ, ഇത്രയും ദൂരം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ട് എപ്പോഴാ പോണെന്നൊക്കെ ചോദിക്കുന്നത്. അവൾ ഒരാഴ്ച കഴിയുമ്പോൾ പോയിക്കോളൂ. അതിപ്പം പോയില്ലെങ്കിലാ? പോയില്ലെങ്കിൽ അപ്പൊ ചോദിച്ചാ പോരെ? അതിപ്പോ ചോദിച്ചോളൂ. രാജേഷേ, എന്തായി മറ്റേ ചോദിച്ചാ? പറയാം. കൊച്ചച്ഛൻ കാശുമല്ലോ അയച്ചു തന്നിട്ടുണ്ടാ? ഉണ്ട്. എത്ര? അത് പലപ്പോഴായിട്ടൊരു 8 ലക്ഷം രൂപ അയച്ചിട്ടുണ്ട്. അത് ഇവളുടെ മേടിച്ചിട്ടാ. ആണോ? ആ കാശ് തിരിച്ചു മേടിക്കാൻ കൂടിയിട്ടാ ഇവളിങ്ങോട്ട് വന്നേക്കണേ. അത് കൊടുത്തില്ലെങ്കിലോ? ഇവള് പോവില്ല. തനിക്ക് ഞാൻ തവിടില്ല.
അപ്പൊ ദേ വന്നേക്കണ സണ്ണിക്കുട്ടി. എന്താ കഥ എന്ന് പറ. തരാം, ഫ്യൂ ഡേയ്സ് കഴിഞ്ഞ് തരാം. വാട്ട്? നൗ ടൈറ്റ്. ഇത്ര ടൈറ്റില്ല. ഓക്കെ. ഓ ഓക്കെ Yeah, fine. ഓക്കെ എന്നാ പോ. Okay, Can we let's go? go. Is saying here he paid the money after some time? He'll give. Okay. ഇവിടുത്തെ ട്രോഫി ഒന്നും പോരാനട്ടാ, ചൈനയിൽ നിന്ന് ഒരെണ്ണം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ, ചാണക്കറി കൂട്ടി തന്നെ ചോറ് നിന്നു വീട്ടിൽ കൂടാം. എടാ രാശേ, ഞാൻ ഇത്ര നല്ല പാട്ടൊക്കെ പാടിയിട്ട് നിനക്കെന്താണ് ഒരു പ്രതികരണം ഇല്ലാത്തത്? പ്രതികരിച്ചാൽ ഞാൻ ചിലപ്പോൾ നിങ്ങളെ തല്ലണ്ടി വരും. മൊത്തത്തിൽ ഊഞ്ചലാണ്. അതിനിടയിൽ എന്തിനാ രാമേട്ട നല്ലൊരു പാട്ട് ഇങ്ങനെ പാടി വെറുപ്പിക്കണത്? നീ കേക്കട്ടോ, ഞാൻ പാടും. പാടി വേണ്ട. വാളക്കൊട്ട ചൂരക്കൊട്ട ചിരക്കെട്ടും പൂരപ്പാട്ടും ചെമ്മിങ്കിലും മേടിപ്പെണ്ണേ നിന്നെ കാണാൻ എന്ത് ചന്തം. തലപ്പൊല്ലി മേളമുണ്ടേ, 5 കാശ് കയ്യിലില്ലേ. എടാ രാജേഷേ, ഞാൻ മൂന്നമ്പക്കിലിനെ കണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അയാളോടൊക്കെ പോയി പറയാൻ പോണത്? എടാ വക്കീല് ചോദിച്ചു ചൈനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്കാണോ കാശ് വന്നേക്കണെന്ന്. അത് കൊച്ചിന്റെ അക്കൗണ്ട്. അപ്പൊ പിന്നെ പേടിക്കാനില്ല. അതെ. എടാ നീയും ചൈനക്കാരായിട്ട് ഇടപാടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ നിയമപരമായിട്ട് കേസ് നിലനിൽക്കൂലെന്ന് പറഞ്ഞ മനസ്സിലായ. പക്ഷേ ഈ മാനുഷികമായി നോക്കുമ്പോ മനുഷ്യമായിട്ട് കൊടുക്കാൻ നിന്റെ കാശുണ്ട്. അതില്ല. ആ അപ്പൊ ഒരു കാര്യം ചെയ്യ, സന്തോഷമായി നീ വീട്ടിൽ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി അവൾക്ക് കൊടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞ് അവളുമായിട്ട് കമ്പനിയായി അവളോട് നിന്റെ ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് പറയും. അപ്പോ എന്നിട്ട് അവള് പറയും, "ഹൈ രാജേഷ്, ചാങ് ചുഗങ് കങ് ഹാങ്" എന്ന്. എങ്ങനെയുണ്ട്? എന്നുവെച്ചാ "ഹൈ രാജേഷ്, എനിക്ക് കാശ് വേണ്ട, അത് നിങ്ങൾ തന്നെ വെച്ചോളൂ." എന്നിട്ട് അവള് പോക്കറ്റിൽ നിന്ന് കുറച്ച് ചൈനീസ് പൈസ എടുത്ത് ചക്കാന്ന് തന്നു. എന്നിട്ട് അത് നിനക്ക് തന്നിട്ട് തോളത്തിനുണ്ട് തട്ടിട്ട് പറയും, "ഗുഡ് ബൈ രാജേഷ്, കാശിന് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കല്ലേ" എന്ന് പറഞ്ഞിട്ട് ചൈനയ്ക്ക് അവൾ അങ്ങനെ തിരിച്ചു. എങ്ങനെയല്ലേ? ശരിക്കും പിന്നല്ലാണ്ട് ആടാ. അതല്ലേ? ആ ഐഡിയ കൊള്ളാം. പിന്നെ മിസ്റ്റർ രാജേഷ്, ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ഇടപെടി സംസാരിക്കുമ്പോ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? രണ്ടാളും ഒറ്റയ്ക്കാണേ, മുറിക്ക് കഥയില്ല. നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ഉൾഗ്രമത്തിൽ നിന്നും ഇങ്ങനെ വല്ലതും ആയിപ്പോയാ മാറി പന്നച്ചറ്റ കോണച്ച ഉപദേശം തന്നിട്ടും ഞാൻ ചുമ്മാ ഒരു ഇതിലും പേര് ആ കോപ്പന്റെ പാട്ടായിരുന്നല്ലോ. അല്ല ചുമ്മാ പറഞ്ഞ ആ പോളൂ. വല്ലതും കിട്ടണ മധുരി നിനക്ക് കിട്ടിയില്ലേ? ഓടാ മൈലാണ്ടി.